ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മ ഉണ്ടാക്കി തരുന്ന നല്ല അടിപൊളി പാലൊഴിച്ച് കടുപ്പം കുറഞ്ഞ ചായയായിട്ട് വീടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ട് മഴയൊക്കെ അതുകൊണ്ട് ആകെ ചളകുളമായിട്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് അത്യാവശ്യം വായൊക്കെ നോക്കിക്കൊണ്ട് ചായ കുടിക്കും. നിങ്ങൾക്കുണ്ടോ സ്വഭാവം? വായ നോട്ടല്ല ഉദ്ദേശിച്ചത്, ചായ കുടിക്കുന്ന സ്വഭാവം. അതിനുശേഷം എനിക്ക് വെബ് സീരീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ വെബ് സീരീസ് അത്യാവശ്യം എല്ലാ OTT ചാനൽസും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് അമ്മ കുറച്ച് നേരം എൻ്റെ കൂടെ ഇരുന്ന് കാണും. അതിനുശേഷം അമ്മ അടുക്കളയിലേക്ക് പോവും. ആ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പൂച്ചകൾ ഓരോരുത്തരായിട്ട് എൻ്റെ മടിയിലൊക്കെ വന്നിരിക്കും കേട്ടോ. പൂച്ചകൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എപ്പോഴും പറയും അമ്മയാണ് ഭക്ഷണം കൊടുക്കണമെങ്കിലും കൂറുതേ എൻ്റെ അടുത്താന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഓരോ പൂച്ചകളായിട്ട് ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഈ പൂച്ചയുടെ പേര് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ചൊച്ചുണ്ടാപ്രി. അപ്പോൾ ഈ ഭയങ്കര കുസൃതിയാണ് കേട്ടോ, കുറുമ്പിപ്പെണ്ണ. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ പൂച്ചകളെ കളിപ്പിക്കുന്ന സമയത്ത് അമ്മ അടുക്കളയിൽ പോയിട്ട് സ്റ്റാർട്ടിങ്, അതായത് ഒരു പ്രഭാത ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇരുന്നപ്പോഴേക്ക് അമ്മയുടെ കൊച്ചു ഗാർഡനിലുണ്ടായ പേരക്കയായിട്ട് അമ്മ വന്നു കേട്ടോ. നല്ല അടിപൊളി പേരക്കയായിരുന്നു, നല്ല റോസ് കളറിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ നമ്മുടെ പൂച്ചകളുടെ ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ് കേട്ടോ. മറ്റേ ചപ്പാത്തിയും മഞ്ഞളിലിട്ട് വേവിച്ച മീനും അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് പൂച്ചയ്ക്കാണെങ്കിൽ വാല് വെച്ച് കൊടുക്കണം. ബാക്കിയുള്ള പൂച്ചകൾക്ക് പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ മതി. അതിങ്ങനെ വാല് വെച്ച് കൊടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് അമ്മയുടെ സാമ്പാർ ഇങ്ങനെ വേവുന്ന നല്ല മണം വന്നു. അപ്പോൾ വീട്ടിൽ ദോശ ഉണ്ടാക്കുന്നതും പാത്രം കഴുകുന്നതും എൻ്റെ പരിപാടിയാണ്. അപ്പം ഞാൻ അതിന് ശേഷം നേരെ പോയി ദോശ ഉണ്ടാക്കി. പഴയ പാത്രമാണ്, ഈ കരി പിടിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറയരുത്. അതിനുശേഷം ഞാൻ ദോശയും സാമ്പാറും കൂട്ടി നല്ല തട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഒരു സങ്കട സംഭവം ഉണ്ടായി. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പൂച്ച, നമ്മുടെ സ്വന്തം പൂച്ചയല്ല, ആ പൂച്ച വന്നിട്ട് നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ കിടന്ന് ആത്മഹത്യ ചെയ്തു. അങ്ങനെ സർവീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടാണ് കാറ് സെറ്റാക്കിയത്. ആകെ പ്രശ്നമായി. അങ്ങനെ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല കുളിച്ച് സുന്ദരിയായി മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണിങ്ങനെ വെളുത്തിട്ട് എന്തൊരു പരസ്യമുണ്ടല്ലോ, വെളുത്തിട്ട് പാറുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പം അങ്ങനെ കുളിച്ച് ഫ്രഷായിട്ടൊക്കെ ഇരിക്കുന്നു. അതിന് ശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണാനുള്ള സമയമായി. അമ്മ ഇരുന്ന് നല്ല രീതിയിൽ കഴിക്കുന്നു. ഞാനൊന്നും ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല, എന്തോ വിശപ്പില്ലായിരുന്നു. ആ പൂച്ചയുടെ ഡെഡ് ബോഡിയെ കണ്ട ശേഷം വിശപ്പില്ലാതായിപ്പോയി. അപ്പോഴേക്ക് നല്ല മഴ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് നേരം മഴ നോക്കിക്കൊണ്ടിരുന്നു. മഴ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ബെഡ്റൂമിൽ പോയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്ക് വൈകിട്ടായിട്ട് അമ്മ അവല് നനച്ചുകൊണ്ടിരിക്കുകയാണ്. അവല് നനച്ച് ഇങ്ങനെ അമ്മ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു കേട്ടോ. എനിക്ക് തന്നൊന്നുമില്ല സമയത്ത്, കുറച്ച് കഴിയുമ്പോൾ തന്നു കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞത്. അപ്പോഴേക്കും അച്ഛൻ എനിക്ക് ലഡ്ഡും എൻ്റെ പേരെന്തായിരുന്നു, ഇതിനൊരു സാധനത്തിൻ്റെ പേരുണ്ടല്ലോ, ഒരു മഞ്ഞ കളറിൽ, മറന്നുപോയി. അപ്പോൾ ആ രണ്ട് സാധനവും കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങളുടെ വീഡിയോയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ കഴുപ്പും ഉറക്കവും ഗെയിം കളിയും? സത്യമാണ് കേട്ടോ. ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ തന്നെ മടിക്കാൻ കാരണം ഇതാ. എനിക്ക് വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കഴിക്കുക, ഉറങ്ങുക, വേറെ ഒന്നുമില്ല. അപ്പോഴേക്ക് സന്ധ്യയായപ്പോഴത്തേക്ക് അമ്മ വിളക്ക് കത്തിച്ചു, പ്രാർത്ഥിച്ചു. എന്തൊരു ഐശ്വര്യമല്ലേ എൻ്റെ അമ്മയുടെ മുഖത്ത്. അപ്പം ഞങ്ങളവിടെ തൂക്കുവിളക്കും ഉണ്ട്, ഒരു ചെറിയ വിളക്കും ഉണ്ട്. അപ്പോൾ തൂക്കുവിളക്ക് അമ്മ കത്തിക്കും, ഞാൻ എൻ്റെ ഒരു ചെറിയ വിളക്കുണ്ട് നാമം ജപിക്കാൻ വേണ്ടിയിട്ട്, ആ വിളക്കും കത്തിച്ചു. അങ്ങനെ കത്തിച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് നേരം നാമം ജപിച്ചു. അപ്പോഴേക്ക് അമ്മയുടെ പുറകെ പൂച്ച പോയിട്ടുണ്ട്, വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നാമമൊക്കെ ജപിച്ചു. എൻ്റെ നാമം ചൊല്ലൽ പിന്നെ ഭയങ്കര ഫേമസ് ആണല്ലോ. അങ്ങനെ സന്ധ്യയൊക്കെ ആയി, രാത്രിയാവാൻ പോണു. അത് കഴിഞ്ഞ് പിന്നെ ബോറടിച്ചപ്പോഴത്തേക്ക് കുറച്ച് നേരം ഗെയിം കളിച്ചു. വേറൊരു ഫോണുണ്ട് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് അച്ഛൻ എനിക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ വാങ്ങിച്ചു തന്നു കേട്ടോ. അതും വാങ്ങിച്ച് കഴിച്ചു. അപ്പോഴേക്ക് അമ്മയുടെ ചപ്പാത്തിയും കറിയും റെഡിയായി, അതും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉരുളക്കിഴങ്ങ് കറിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് കറി. അതിനുശേഷം പൂച്ചകളുടെ ശുശ്രൂഷ, അതായത് ഞാൻ പറഞ്ഞല്ലോ പൊള്ളലേറ്റൊക്കെ കുറച്ച് പൂച്ചകൾക്ക് പ്രശ്നമുണ്ട്, അവർക്കൊക്കെ മരുന്നിങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്. അതെൻ്റെ ഡ്യൂട്ടിയാണ്. എല്ലാ ദിവസവും മരുന്നൊക്കെ പുരട്ടി വൃത്തിയാക്കി കൊടുക്കും. അതിനുശേഷം ഈ രണ്ട് പൂച്ചകൾ ഞാൻ വെറുതെ ഇരുന്ന സമയത്ത്, ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിരുന്ന സമയത്ത് ഇതുപോലെ തന്നെ വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പം അമ്മ സീരിയൽ കാണാനുള്ള ഓട്ടത്തിലായിരുന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ദിവസം. നിങ്ങളിപ്പം ഞാൻ കൈവച്ച പോലെ നിങ്ങളും കൈവയ്ക്കുന്നുണ്ടാവും. ഞാൻ ഇത്ര നാളും എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ എന്നതിന് ചെയ്യാത്തതിൻ്റെ റീസൺ, ഇപ്പം ലേറ്റായി ചെയ്യുന്നതിൻ്റെ റീസൺ ഇതാണ്.